ഹരേ കൃഷ്ണ. എൻ്റെ പേര് വൈഷ്ണവി. കഴിഞ്ഞ 2 വർഷമായിട്ട് ഗോലോകൻ ട്രസ്റ്റ് നടത്തി വരുന്ന ഗീതാ ചക്രവ്യൂഹ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് ലൈഫിൽ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ്. അതായത് ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിസ്ട്രാക്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ, മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ സ്റ്റുഡൻസും നേരിടുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പറ്റീഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകളിലൂടെ അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനുമുള്ളൊരു സൊല്യൂഷൻ കിട്ടും. നമുക്ക് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഈ കോമ്പറ്റീഷനിലൂടെ പഠിച്ച വേറൊരു കാര്യം, മഹാഭാരതത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതിലുള്ള ഓരോ വ്യക്തികളും അവരുടെ ഓരോ ഗുണങ്ങൾ, അവർ ഓരോ സാഹചര്യത്തിലെടുത്ത തീരുമാനങ്ങൾ, അതൊക്കെ നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ കിട്ടുന്നു. ഈ കോമ്പറ്റീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം കിട്ടും, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. 250 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചതിന് ശേഷം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗീതാ ചക്രവ്യൂഹ പുസ്തകം കിട്ടും. ആ പുസ്തകത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 3 ലെവലായിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. 3 ലെവലിലും MCQ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, ഫ്രീ ആയിട്ടുള്ള സമയത്ത് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ വരികയാണ്, ആ സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ഏത് പ്രായത്തിലുള്ളവർക്കും, 5 വയസ്സ് മുതൽ മുകളിൽ ഏത് പ്രായമുള്ളവർക്കും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. അപ്പോൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക, മറ്റുള്ളവരോടും പറയുക. ഓൾ ദി ബെസ്റ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 2023 2024 ഗീതചക്രവ്യൂഹ മത്സരത്തിൽ എനിക്ക് 2ാം സ്ഥാനം ലഭിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ഭഗവത്ഗീത എന്താണ് എന്നറിയാതെയാണ് ഞാൻ ആദ്യമായി മത്സരത്തിൽ പങ്കെടുത്തത്. പിന്നീട് ഗുരുജിയുടെ ഓരോ സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. അന്നേരമാണ് ഭഗവത്ഗീതയിലെ പ്രിൻസിപ്പിൾസ് എന്താണെന്നും അത് ജീവിതത്തിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നും എനിക്ക് മനസ്സിലായത്. ഗുരുജിയുടെ സെക്ഷൻസ് ഭഗവത്ഗീത എന്താണെന്ന് മാത്രമല്ല, അതിലെ ഓരോ പ്രിൻസിപ്പിൾസും ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും അതിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ മനസ്സിലാക്കാമെന്നും അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നും ഞാൻ പഠിച്ചു. നമ്മളെല്ലാവരും നമുക്കെല്ലാവരും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ ക്ലാസ് എനിക്ക് ഉപയോഗപ്പെട്ടു. ഈ മത്സരത്തിൽ പൈസ എന്നതിലുപരി ഭഗവാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും ഒരു ദിനചര്യ ഉണ്ടാക്കാനും സാധിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗുരുവായൂർ ഗോലോകം ട്രസ്റ്റ് നടത്തുന്ന ഗീതാ ചക്രവ്യൂഹം എന്ന മത്സരം, ആ സുവർണാവസരം ഒരിക്കൽ കൂടി നമ്മളെ തേടിയെത്തിയിരിക്കുകയാണ്. ഗീതാ ചക്രവ്യൂഹം 2025 ഭഗവത്ഗീതയെ ആസ്പദമാക്കിയിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. ഭഗവത്ഗീതയെ ആസ്പദമാക്കി നടത്തുന്ന ഒരു മത്സരം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാവും ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ കാണാതെ പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. എന്നാൽ അവിടെയാണ് ഈ ഗീതാ ചക്രവ്യൂഹം സ്പെഷ്യലാകുന്നത്. നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന മത്സരങ്ങളെ പോലെ ഗീതാ ശ്ലോകങ്ങളെ കാണാപാഠം പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ മത്സരം നടക്കുന്നത്. മറിച്ച് ഗീതാ ചക്രവ്യൂഹം ജീവിത വിജയത്തിനായി ഒരു വഴികാട്ടി എന്ന ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ പുസ്തകം എങ്ങനെയാണ് ഇത്ര സ്പെഷ്യലാകുന്നതെന്ന് അല്ലേ? ഇന്ന് ഭഗവത്ഗീതയെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് പുസ്തകങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങളും ലഭ്യമാണ്. എന്നാൽ ഇതൊക്കെ വായിച്ചാലും നമുക്ക് ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്കി വരാറുണ്ട്. ഒരുപാട് സംശയങ്ങൾ നമുക്ക് വരാറുണ്ട് അല്ലേ? ഒരു പൂർണ്ണത കിട്ടാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് ഭഗവത്ഗീത വായിക്കുന്നുണ്ട്. എനിക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പല സ്ഥലത്ത് നിന്നിട്ട് മഹാഭാരതം കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കേൾക്കുമ്പോഴും എവിടേക്കോ ഒരു വ്യക്തതയില്ലാത്തതുപോലെ തോന്നുകയും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംശയമുണ്ടായി, പല തെറ്റിദ്ധാരണകൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉത്തരം കിട്ടാതിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ ഗീതാ ചക്രവ്യൂഹം പുസ്തകത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ശ്രേഷ്ഠ സന്ദേശത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ
ഈ ആധുനിക കാലഘട്ടത്തിലെ ഉദാഹരണങ്ങളോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഗീതാ ചക്രവ്യൂഹത്തിൻ്റെ ആദ്യ മത്സരത്തിൽ ഞാൻ പേര് കൊടുക്കുന്ന സമയത്ത് ഗീതയെ കൂടുതൽ അറിയാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ മത്സരത്തിന് പേര് കൊടുത്ത് ഗീതാ ചക്രവ്യൂഹം എന്നുള്ള ഈ പുസ്തകം കൂടുതൽ ആഴത്തിൽ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിന് തന്നെ ഏറ്റവും നല്ല ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കേവലം തത്വത്തെ മനസ്സിലാക്കുക എന്നുള്ളതിലുപരി നിത്യജീവിതത്തിൽ ഇതെങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നാണ് ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ഒരുപാട് അർത്ഥസഹിതമുള്ള ബുക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അതിൽ നിന്ന് നമുക്ക് പല സംശയങ്ങളും തീർന്നിട്ടും ഉണ്ടാവാം. പക്ഷെ ഒരിക്കലും ഒരു അപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമുക്ക് ഭഗവത്ഗീത എങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കണം എന്ന് നമുക്ക് അറിയാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു വലിയ വിജയമായിരിക്കും എന്നെനിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. തെറ്റായിട്ടുള്ള ജീവിത രീതി കാരണം നമുക്ക് ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ട്, മാനസികമായിട്ട് ഡിപ്രഷൻ പോലെയുള്ള പല ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പല ആൾക്കാരും മനസ്സിന് ശക്തിയില്ലാണ്ട് ആത്മഹത്യയൊക്കെ ചെയ്യുന്നുണ്ട്. ആത്മഹത്യാ നിരക്കുകൾ നമ്മൾക്ക് ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പലപ്പോഴും ഉള്ളിൽ നിന്ന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടും ഉറച്ച് ഒരു നിലപാടിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പം നമുക്ക് പലപ്പോഴും നമ്മുടെ ആ ഒരു ഉള്ളിലെ ആ ധൈര്യം നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള ആ ഒരു പ്രചോദനം നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ ചുറ്റുമുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും അത് നമുക്ക് ലഭിക്കാതെ വരുമ്പം അവിടെയും നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ പലപ്പോഴും പല വീഡിയോകൾ കാണും, പല ബുക്കുകൾ വായിക്കും. നമ്മൾ മോട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ചുറ്റും നമ്മൾ പരതിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ പലപ്പോഴും ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യുക. അപ്പം ഇതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് തന്നെ ഇതിനെല്ലാം, എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെല്ലാം ഉള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കും. ആ തിരിച്ചറിവ് എങ്ങനെയാണ് ഭഗവത്ഗീത നൽകുന്നതെന്നും അതിലൂടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിച്ച് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് നമ്മൾ അത്രയും ശക്തമായിട്ട് മാറണം. എന്തെല്ലാം മഹാഭാരതത്തിലുണ്ടോ അതെല്ലാം ഈ ലോകത്തുണ്ട്, എന്തെല്ലാം ഈ ലോകത്തിലുണ്ടോ അതെല്ലാം മഹാഭാരതത്തിലുണ്ട്. ഈ ഒരു വാക്ക് ഞാൻ ചെറുപ്പം മുതലേ കേട്ട് വരുന്നൊരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആധുനിക ലോകത്തിൽ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും പലപ്പോഴും അതിനുശേഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും വരുന്ന സമയത്തും നമുക്ക് അതിനുള്ള ഉത്തരം ഭഗവത്ഗീതയിലൂടെ തന്നെ ലഭിക്കുകയും ചെയ്യും എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പറയാറുണ്ടല്ലോ, ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് വ്യക്തമാക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്, വാക്കുകളിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് ചില അനുഭവങ്ങൾ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു അവസരമാണ്. ആരും നഷ്ടപ്പെടുത്താതിരിക്കുക. അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഗീതാ ചക്രവ്യൂഹം എന്ന ഈ പുസ്തകം നിങ്ങൾ ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പരീക്ഷയെ രജിസ്ട്രേഷൻ ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി. ഈ ശ്രേഷ്ഠമായിട്ടുള്ള, അതിലുപരി വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഈ പുസ്തകം ഫ്രീ ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ്. ഈ ഒരു സുവർണാവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ഇതിലെല്ലാം ഉപരി എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ്, ഈ മത്സരത്തിൻ്റെ വിജയി കാത്തിരിക്കുന്നത് ചെറിയൊരു സമ്മാനമല്ല, 1,00,000 രൂപയാണ്
ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും വൈകാതെ ഈ ഒരു അവസരത്തെ നഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് ഇതിന് ഭാഗമാകാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാകാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതം നല്ല വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.